പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുലയിലെ എക്സാമ്പിൾ 2 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ട്രയാങ്കുലർ പാർക്ക് എ ബി സി ഹാസ് സൈഡ്സ് 120 മീറ്റർ 80 മീറ്റർ ആൻഡ് 50 മീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ട്രയാങ്കുലർ പാർക്കിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. പാർക്ക് എ ബി സി. അതിന്റെ ഒരു സൈഡ് 120 മീറ്റർ, അടുത്ത സൈഡ് 80 മീറ്റർ, തേർഡ് സൈഡ് 50 മീറ്റർ. A gardener Dhania has to put a fence all around it and also plant grass inside. അപ്പോൾ ഈ പാർക്കിന്റെ ഗാർഡനർ ധനിയയ്ക്ക് ഇതിന്റെ ചുറ്റും ഫെൻസ് ഇടണം അല്ലേ? ഫെൻസ് എന്ന് വെച്ചാൽ എന്താ? ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഒരു വേലി പോലെ കെട്ടണം. എന്നിട്ട് ഇതിന്റെ അകത്ത് എന്താ പുല്ല് വളർത്താൻ വേണ്ടി ഇതിന്റെ ചുറ്റും ഫെൻസ് ഇടണം. ഹൗ മച്ച് ഏരിയ ഡസ് ഷീ നീഡ് ടു പ്ലാന്റ്? പ്ലാന്റ് ചെയ്യാൻ വേണ്ടി എത്ര ഏരിയ ആണ് വേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഹൗ മച്ച് ഏരിയ ഡസ് ഷീ നീഡ് ടു പ്ലാന്റ്? എത്ര ഏരിയ വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സ്കേലൻ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഹെറോൺസ് ഫോർമുല നമ്മളിവിടെ യൂസ് ചെയ്യണം. ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എസ് കണ്ടുപിടിക്കണം. എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി, ഇതെല്ലാം നമ്മളിവിടെ കണ്ടുപിടിക്കണം. പിന്നെന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഫെൻസിങ് ഇറ്റ് വിത്ത് ബാർബ് വയർ വിത്ത് ദ റേറ്റ് ഓഫ് ₹20 per meter, leaving a space 3 meter wide for a gate on one side. അപ്പൊ ഈ ട്രയാങ്കുലർ പാർക്കിന് ചുറ്റും ഫെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ചുറ്റും ഇതിന്റെ ബൗണ്ടറി വഴിയാണ് ഫെൻസ് ഇടുന്നത് അല്ലേ? അപ്പൊ ഈ ട്രയാങ്കുലർ പാർക്കിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ കോസ്റ്റ് ഓഫ് ഫെൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഗ്രാസ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന്റെ അകത്തുള്ള ഈ പോർഷനാണ് എത്ര വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? ഇതിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫെൻസ് ഇടാൻ വേണ്ടി ഇതിന്റെ ചുറ്റും ബൗണ്ടറി കൂടെയുള്ള ഒരു പോർഷന്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഫെൻസ് ഇടുന്നത് ഈ ബൗണ്ടറി കൂടാണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും ഇതിന്റെ കണ്ടുപിടിക്കണം. ഒരു സൈഡില് 3 മീറ്റർ വൈഡിലുള്ള സ്പേസ് ലീവ് ചെയ്തിട്ട് വേണം ഇതിന് ഫെൻസ് ഇടാനായിട്ട്. അപ്പൊ ഇവിടെ ഒരു 3 മീറ്റർ വിടണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് എഴുതാം. എ ഈസ് ഈക്വൽ ടു നമുക്ക് 120 മീറ്റർ എടുക്കാം, ബി ഈസ് ഈക്വൽ ടു 80 മീറ്റർ ആൻഡ് സി ഈസ് ഈക്വൽ ടു 50 മീറ്റർ. ഇതിൽ നിന്ന് നമ്മൾ എസ് കണ്ടുപിടിക്കണം. എസ് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, അതായത് സെമി പെരിമീറ്റർ, പെരിമീറ്ററിന്റെ ഹാഫ്. എ ഈസ് 120 പ്ലസ് ബി ഈസ് 80 പ്ലസ് സി ഈസ് 50 divided by 2 is equal to 120 plus 80 200, 250 by 2. 250 by 2 എന്താണ്? 125. അപ്പൊ എസ് നമുക്ക് കിട്ടി 125 മീറ്റർ. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം? എസ് മൈനസ് എ is equal to s minus a is 125 minus 120 minus 120 is equal to 5 meter. അടുത്തത് s minus b is equal to s is 125 minus b is 80. 125 minus 80 is equal to 45 meter. അടുത്തത് s minus c. 125 minus c is 50 is equal to 75 meter. അപ്പൊ എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി പാർക്ക് ഈസ് ഈക്വൽ ടു റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. സ്കേലൻ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹെറോൺസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ എസ് എത്രയാണ്? എസ് ഈസ് 125 ഇൻറ്റു എസ് മൈനസ് എ ഈസ് 5 ഇൻറ്റു എസ് മൈനസ് ബി ഈസ്
45 into s minus c is 75. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ റൂട്ട് ഇട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഈ 4 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടി ആയിരിക്കും അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പം ഇതിൻ്റെ ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? 125നെ നമുക്ക് എങ്ങനെ എഴുതാം? 125നെ നമുക്ക് 5 കൊണ്ട് ചെയ്താൽ 225 5 5. അപ്പോൾ 125നെ നമുക്ക് 5 into 5 into 5 എന്ന് എഴുതാം. അടുത്ത ഈ 5നെ നമ്മൾ അതേപോലെ എഴുതുന്നു. 45നെ എങ്ങനെ എഴുതാം? 9 into 5. അപ്പോൾ 9നെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 3 into 3 9 5s are 45. 75നെ എങ്ങനെ എഴുതാം? 5 into 15 ആണ്. അപ്പോൾ 5 into 15നെ വീണ്ടും നമുക്ക് 5 into 3 എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ റൂട്ട് ഇടുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ പെയർ ആയിട്ടുള്ളതിനെ വെളിയിലെടുക്കുന്നു. ഇവിടെ നിന്ന് ഒരു 5 വെളിയിലെടുക്കുന്നു. ഇവിടെ നിന്ന് വീണ്ടും ഒരു 5നെ വെളിയിലെടുക്കുന്നു. ഇവിടെയും ഉണ്ട് പെയർ ആയിട്ട് 5, അതിൽ നിന്നൊന്നിനെ വെളിയിലെടുക്കുന്നു. ഇവിടെ നിന്ന് 3 പെയർ ആയിട്ടുണ്ട്, അതിൽ നിന്നൊന്ന് വെളിയിലെടുക്കുന്നു. ഇനി ഇവിടെ ഓരോ 5ഉം 3ഉം ബാക്കിയുണ്ട്. അതിനെ നമ്മൾ റൂട്ടിനകത്ത് തന്നെ അതേപോലെ എഴുതുന്നു. 5 into 3 is equal to 5 5s are 25, 25 into 5 125, 125 into 3 375. അപ്പോൾ 375 into 5 into 3 15 റൂട്ട് 15. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടി 375 റൂട്ട് 15 മീറ്റർ സ്ക്വയർ. ഏരിയ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മീറ്റർ സ്ക്വയറിലായിരിക്കും നമ്മുടെ യൂണിറ്റ് വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി നമ്മൾ ഇതിൻ്റെ ഫെൻസ് ഇടുന്നതിനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഈ പാർക്കിൻ്റെ പെരിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. പെരിമീറ്റർ ഓഫ് ദി പാർക്ക് is equal to പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? AB plus BC plus AC. AB plus BC plus AC is equal to AB is 50. 50 plus BC is 120 plus AC is 80 is equal to 250 meter. അപ്പോൾ പെരിമീറ്റർ നമുക്ക് കിട്ടി 250 മീറ്റർ ആണ് എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് വെക്കാൻ വേണ്ടി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലീവിങ് എ സ്പേസ് 3 meter wide ഫോർ എ ഗേറ്റ് ഓൺ വൺ സൈഡ് എന്ന് ആ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ 3 എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഒരു സൈഡിൽ 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പെരിമീറ്ററിൽ നിന്ന് ഒരു 3 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇത്രയും സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള വയറാണ് 3 ഈ നമുക്ക് കിട്ടിയ ടോട്ടൽ പെരിമീറ്ററിൽ നിന്ന് ഈ 3 സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ലെങ്ത് വയറാണ് നമുക്ക് ഇത് ഫെൻസ് ചെയ്യാനായിട്ട് വേണ്ടത്. Therefore, length of the wire needed for fencing is equal to 250 മീറ്ററിൽ നിന്ന് ഒരു 3 meter സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 247 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഫെൻസിങ് ചെയ്യാനുള്ള വയറിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു 247 മീറ്റർ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് ഓഫ് ഫെൻസിങ്. അടുത്തത് കോസ്റ്റ് ഓഫ് ഫെൻസിങ്. അപ്പോൾ വയറിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു 247 ആണ് എന്ന് കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 മീറ്ററിന് എത്രയാണ് റേറ്റ്? 20 rupees. 20 rupees per meter. അതായത് 1 meter വയറിന് 20 rupees ആണ്. നമുക്കിവിടെ ടോട്ടൽ എത്ര മീറ്റർ വയറുണ്ട്? 247 മീറ്റർ വയറുണ്ട്. അപ്പോൾ 1 മീറ്ററിന് 1 meter വയറിന് 20 rupees ആണ് എങ്കിൽ 247 മീറ്ററിന് എത്ര റുപ്പീസ് ആകും?
ഈ 247 നമ്മൾ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ₹20 into 247 is equal to 247 into 2 എന്ത് വരും? 247. 20ക്ക് പകരം നിങ്ങൾ 2 ഇട്ട് ചെയ്യുക. 7 2s are 14, 4 2s are 8 plus 1 9, 2 2s are 4. 494 എന്ന് കിട്ടി. ഇനി 20യുടെ ഒരു 0 ഇവിടെ ബാക്കിയുണ്ട്, അതും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? 4940 rupees. is equal to rupees 4940. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 2 കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.